നോക്കിയേ, നാം മനുഷ്യരാണ്. തെറ്റ് പറ്റാത്ത മനുഷ്യർ ആരുമില്ല. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒത്തിരി തെറ്റുകളിൽ നാം അകപ്പെട്ടു പോകാറുണ്ട്. മനഃപൂർവ്വം നാം തെറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ ആ തെറ്റിന് ലഭിക്കുമ്പോൾ ആ തെറ്റിൽ നിന്ന് നാം ഒഴിവുകഴിവുള്ളവരായി തീരാറുണ്ട്. അതാണ് ഈ ലോകത്തിലെ നിയമം. നിയമം എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞ് നാം അത് ചെയ്യുകയാണെങ്കിൽ നാം തെറ്റുകാരാകും. അതിന് ഒരു ശിക്ഷ വച്ചിട്ടുണ്ട്. ആ ശിക്ഷ അനുഭവിക്കുമ്പോൾ നാം ആ തെറ്റിൽ നിന്ന് സ്വതന്ത്രരായി തീരും. ഇത് ലോകപ്രകാരമുള്ള കാര്യം. ഇനി ദൈവ വചന വെളിച്ചത്തിൽ ഈ തെറ്റ് എന്ന് പറയുന്നത് അവിടെ പാപം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിയമം എന്ത് ചെയ്യരുതെന്ന് പറയുന്നുവോ അത് ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റുകാരാകുന്നത് പോലെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് യഹോവയായ ദൈവം നിങ്ങൾ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യുമ്പോൾ നിങ്ങൾ പാപം ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പാപികളായി തീരുന്നതായിട്ട് കാണുന്നുണ്ട്. പാപത്തിനും ഒരു പ്രായച്ചിത്തവും അതിനൊരു ശിക്ഷയുമൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഒഴിവുകഴിവുള്ളവരായി പിന്നത്തേതിൽ ദൈവപൈതങ്ങൾ മാറാറുണ്ട്. നാം മനുഷ്യരായതുകൊണ്ട് ജഡത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നാം പാപങ്ങളിൽ വീണു പോകാറുണ്ട്. ആ പാപങ്ങളിൽ നിന്നൊക്കെ അപ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി പിന്നെയും മുന്നോട്ട് നടക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കാറുമുണ്ട്. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്ന ചിന്താ വിഷയം ഇതല്ല. ഇതിനോടനുബന്ധിച്ച് ഒരു പാപത്തിൽ ഒരു മനുഷ്യൻ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അകപ്പെട്ടു പോയാൽ അവൻ ദൈവസന്നിധിയിൽ പാപക്ഷമയൊക്കെ പ്രാപിച്ച് ആ തെറ്റിന് ശിക്ഷ അനുഭവിക്കുവോ കർത്താവിനോട് തന്റെ പാപം ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷേ ഈ പാപം നിമിത്തം നാം ചെയ്യുന്ന ഈ പ്രവൃത്തി നിമിത്തം ചിലപ്പോഴെങ്കിലും മറ്റു ചിലർ ബാധിക്കപ്പെടാറുണ്ട്. അവരുടെ ജീവിതത്തിൽ നീതിമാനായി നിഷ്കളങ്കനായി നേരോടെ ജീവിക്കുന്ന ചിലർക്കെങ്കിലും നമ്മുടെ പാപ നിമിത്തം അല്ലെങ്കിൽ നാം തെറ്റ് ചെയ്തു പോയത് നിമിത്തം ബാധിപ്പിലേക്ക് അവർ ഏർപ്പെടാറുണ്ട്. അല്ലെങ്കിൽ അവരെ ബാധിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നാം തള്ളി വിടാറുണ്ട്. ഇന്ന് പകൽക്കാലം ഈ വിഷയമാണ് നാം ഒരുമിച്ച് ഇന്ന് ദൈവ നാമത്തിൽ ചിന്തിക്കുവാനായി ശരണപ്പെടുന്നത്. ചെയ്തു പോകുന്ന പാപങ്ങൾ നിമിത്തം ബാധിക്കപ്പെടുന്ന മറ്റുള്ളവർ. ആ ബാധിപ്പുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ചെയ്തു പോകുന്ന പാപത്തിന്റെ തെറ്റിന്റെ വ്യാപ്തിയെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ദൈവനാമത്തിൽ നാം ചിന്തിക്കുന്നത്. ആകയാൽ സശ്രദ്ധം ഈ വീഡിയോ തീർത്ത് കാണുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഇതൊത്തിരി പ്രയോജന കാരണമാകുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ കർത്താവിനെ നോക്കി, കർത്താവിന്റെ വരവ് നോക്കി സ്വർഗരാജ്യത്തെ കാക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ഇത് നല്ല ഒരു ഉണർവ് തരുവാനും ഒരു പ്രത്യാശ തരുവാനും ഒന്നുകൂടെ ഉണർന്നെഴുന്നേറ്റ് യാത്ര ചെയ്യുവാനും നമ്മെ ശക്തീകരിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ആകയാൽ ഇത് തീർത്ത് കേൾക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു പുതിയ ദൈവിക ചിന്തയിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രാരംഭമായി നാം പറഞ്ഞതുപോലെ ഒരു പാപത്തിൽ ഏർപ്പെടുമ്പോൾ അതിനൊരു ശിക്ഷയുണ്ട്, ഒരു തെറ്റിൽ ഏർപ്പെടുമ്പോൾ അതിനൊരു ശിക്ഷയുണ്ട്. പക്ഷേ ഇത് നിമിത്തം ബാധിക്കപ്പെടുന്ന അനേകർ ഉണ്ട്. ആ ബാധിപ്പുകളുടെ വ്യാപ്തി ഇന്ന് നാം മനസ്സിലാക്കി തെറ്റുകളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയാൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കുവാനായി ഇന്ന് പകൽക്കാലം ഇടവരണം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ. നമ്മൾ നിയമം അനുവദിക്കാത്ത രീതിയിൽ വാഹനം ഓടിച്ചു എന്നിരിക്കട്ടെ. ഓവർ സ്പീഡിൽ നമ്മൾ വാഹനം ഓടിക്കുവാണ്. അത് നിയമം അനുവദിച്ചിട്ടില്ല. ഇപ്പൊ ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ വാഹനം ഓടിക്കുവാൻ അനുമതിയുള്ള റോട്ടിൽ കൂടി റോഡിന്റെ കണ്ടീഷനും സാഹചര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അവിടുത്തെ സ്പീഡ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ നാം വാഹനം ഓടിക്കുകയും ആ വാഹനം ഓടിച്ചത് നിമിത്തം നമുക്ക് ഒരു ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഫൈന് ലഭിക്കും, നമ്മളത് അടയ്ക്കും, നമ്മൾ ആ ശിക്ഷയിൽ നിന്ന് മോചിതരാകും. എന്നാൽ ഇങ്ങനെ വാഹനം ഓടിച്ച് നമ്മുടെ വാഹനം തട്ടി ഒരാൾ മരണപ്പെടുകയോ അപകടപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുകയോ ചെയ്യുന്നു. അതിനും നമുക്കൊരു ശിക്ഷ ലഭിക്കും. ശിക്ഷ അനുഭവിച്ചാൽ നമ്മളിൽ നിന്ന് സ്വതന്ത്രരാകും. പക്ഷേ അത് നിമിത്തം ബാധിക്കപ്പെടുന്നവർക്ക് ഒരിക്കലും നാം ശിക്ഷ അനുഭവിച്ചതുകൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അവർക്കുണ്ടായ നഷ്ടവും അവർക്കുണ്ടായ ബാധിപ്പും അത് ബാധ്യത തന്നെയാണ്, അത് ബാധിപ്പ് തന്നെയാണ്.
ഇങ്ങനെ തന്നെ വേദപുസ്തകത്തിനകത്തേക്ക് വരുമ്പോഴും നാം ഒരു തെറ്റായ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ അംഗീകരിക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിനെ മറ്റുള്ളവരുടെ കരങ്ങളിൽ വെച്ച് കെട്ടി, തലയിൽ വെച്ച് കെട്ടി മറ്റുള്ളവരെയും ബാധിപ്പിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഈ ഇവൻ ചെയ്ത പാപനിമിത്തം മറ്റുള്ളവർ ബാധിക്കപ്പെടുന്നത് ഒത്തിരി സംഭവങ്ങളിൽ വചനത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് നാം ചിന്തിക്കുവാനായി കടന്നു പോകുന്നത്. അതിനാധാരമായി 2 ശമൂവേൽ 11 അധ്യായമാണ് നാം ചിന്തിക്കുന്നത്. ആ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും വേഗത്തിൽ ആ സംഭവം ഒന്ന് പറയുവാണ്. ദാവീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു രാജാവ്. ദാവീദ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആട്ടിടയനായിരുന്ന ദാവീദിനെ പിന്നത്തേതിൽ ശൗലിനെ തള്ളി രാജസ്ഥാനത്തേക്ക് യഹോവയായ ദൈവം നിയമിക്കുന്നു. അങ്ങനെ രാജാവായി നിയമിക്കപ്പെട്ട ദാവീദ്, ആ ദാവീദിന്റെ പടസംഘത്തിൽ ഊരിയാവ് എന്ന് പറയുന്ന ഒരു പടത്തലവനുണ്ടായിരുന്നു. ആ ഊരിയാവിന് ബത്ശബ എന്ന് പറയുന്ന ഒരു ഭാര്യയുണ്ട്. ഇവർ 3 പേരുമാണ് പ്രധാനമായും ഈ സംഭവത്തിലെ കഥാപാത്രങ്ങൾ. ഇവിടെ ഒരു ദിവസം ദാവീദ് തന്റെ മാളികമുറയിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബത്ശബ കുളിക്കുന്നത് കണ്ടു. ആ കാഴ്ച തന്നെ അവളോട് പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും തൽഫലമായി ആ സ്ത്രീയെ തന്റെ അരമനയിലേക്ക് വരുത്തി അവളോട് പാപം ചെയ്ത് അതിന്റെ അനന്തരഫലമായി അവളുടെ ഉദരത്തിൽ ദാവീദില് ഒരു കുഞ്ഞും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ദാവീദിന് അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് അവൻ അവിടെ പാപം ചെയ്യുക. എന്താ പാപം? ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തി അവൻ ചെയ്തു. അങ്ങനെ അവൻ പാപിയായി തീരുന്നു. അപ്പോൾ എന്താണ് ദാവീദിന്റെ പാപം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ പ്രവൃത്തിയിൽ അവൻ ഏർപ്പെട്ടു. അത് അവന്റെ ജീവിതത്തിൽ പാപമായി ഫലിച്ചു. പക്ഷേ ഈ പാപം മാത്രമല്ല, ഈ പാപത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ചെറുതല്ല, വളരെ വലുതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പാപം നിമിത്തം ബാധിക്കപ്പെട്ടവരെ കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇവിടെ ദാവീദ് തന്റെ ഹൃദയത്തെ നിയന്ത്രിക്കുവാൻ കഴിയാതെ, തന്റെ മോഹത്തെ നിയന്ത്രിക്കുവാൻ കഴിയാതെ ബത്ശബയുമായി പാപം ചെയ്യുന്നു. ഇതിനകത്ത് ബത്ശബയുടെ ഭർത്താവായ ഊരിയാവിന് ഒരു സ്ഥാനവുമില്ല, അവൻ പുറത്താ, അവൻ ഇതിനകത്ത് ഒരു പങ്കുമില്ല. പക്ഷേ ദാവീദ് പാപം ചെയ്തിട്ട് ആ പാപം മറയ്ക്കുവാനായി, അതായത് താൻ അവളുമായി പാപം ചെയ്തു, അവളുടെ ഒരു കുഞ്ഞുണ്ടായി. അപ്പൊ കുഞ്ഞ് അവളുടെ ഉദരത്തിൽ ഉരുവായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഈ ദാവീദ് ഒരു കാര്യം ചെയ്യുവാണ്. എന്താണെന്ന് അറിയാം, താഴോട്ട് വായിക്കുമ്പോൾ അറിയാം. ഈ ദാവീദ് ഊരിയാവിനെ വരുത്തിയിട്ട് ജനത്തോടു കൂടി പട നയിച്ചുകൊണ്ടിരിക്കുന്ന ഊരിയാവെ വരുത്തിയിട്ട് അവൻ പറയുക, നീ നിന്റെ വീട്ടിലേക്ക് വേഗത്തിൽ ചെല്ലുക, ചെന്ന് വീട്ടിൽ വസിച്ചിട്ട് പതിയെ തിരിച്ചു വരിക. ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ഊരിയാവ് ബത്ശബയുടെ അടുക്കൽ ചെന്ന് ഒരു ദിവസം അവൻ അവളുടെ കൂടെ വസിച്ചിട്ട് തിരികെ വരുന്നാൽ പിന്നത്തേതിൽ ബത്ശബ ഗർഭിണിയാണെന്ന് ഊരിയാവിനോട് പറഞ്ഞാൽ ഊരിയാവിന് അതിശയമൊന്നും തോന്നുന്നില്ല. കാരണം ഊരിയാവ് അവളോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഊരിയാവ് ഭവനത്തിൽ പോകാതെ കുറെ നാളായി പുറത്താണ്, യുദ്ധമുഖത്ത് നിൽക്കുവാണ്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഇവൾ ഗർഭവതിയായാൽ ദാവീദിനറിയാം ഇത് മറ്റാരുടെയെങ്കിലും നേരെ നീളാം, അത് അവസാനം ചോദ്യം ചെയ്യലിൽ എന്റെ കുഞ്ഞാണെന്ന് തെളിയാം. അതുകൊണ്ട് ഈ ദാവീദ് എന്ത് ചെയ്യുക? ബുദ്ധിപൂർവം ഊരിയാവിനെ ആ ഭവനത്തിനകത്തേക്ക് തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് അയക്കുവാനായി ശ്രമിക്കുക. എന്നാൽ എന്ത് ചെയ്യുന്നു? ഈ ഊരിയാവ് പോകുവാൻ കൂട്ടാക്കുന്നില്ല. ഊരിയാവ് പറയുക, നമ്മൾ യുദ്ധം ചെയ്യുവാണല്ലോ, ആ യുദ്ധത്തിന് ഒരു റിസൾട്ട് ഉണ്ടായിട്ട് ഞാനിനി ഭവനത്തിലേക്ക് പോകുന്നുള്ളൂ. എന്നാൽ ഇത് കേട്ട് വിട്ടുകളയുവാൻ ദാവീദും തയ്യാറാകുന്നില്ല. പിന്നത്തേതിൽ ദാവീദ് തന്റെ വേണ്ടപ്പെട്ട ഒരുവനെ വച്ച് ഈ ഊരിയാവിനെ പടയുടെ മുന്നിൽ നിർത്തി ശത്രുക്കൾ മുഖാന്തരം കൊല്ലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്തിനാ ഊരിയാവ് മരിക്കേണ്ടി വന്നത്? ദാവീദ് പാപം ചെയ്തു, അത് നിമിത്തം ഊരിയാവ് മരിക്കേണ്ടി വന്നു. നോക്കിയേ, ആ പാപത്തിന്റെ വ്യാപ്തി നോക്കിയേ.
എന്തിനാ അവൻ ഈ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത്? അവൻ ഒരിക്കലും മരണപ്പെടുവാനുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവൻ അവന്റെ ഭാര്യയും ദാവീദുമാണ്. പക്ഷേ ദാവീദ് തന്റെ തെറ്റിനെ ഒളിക്കുവാൻ ശ്രമിച്ചത് നിമിത്തം പാവപ്പെട്ട ഊരിയാവ് ബാധിക്കപ്പെട്ടവനായി തീരുവാണ്. ഈ സമയത്ത് തിരുവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, പലപ്പോഴും നാം പല തെറ്റുകളിലും ഏർപ്പെട്ടിട്ട് പല തെറ്റുകളും ചെയ്തിട്ട് ആ തെറ്റ് മറയ്ക്കുവാനായി പലരുടെയും തലയിൽ പഴി കെട്ടിവെക്കാറില്ലേ? ഹല്ലേലൂയ. പലരെയും നാം കുറ്റക്കാരാക്കി തീർത്തിട്ടില്ലേ? നമ്മുടെ കുറ്റം മറയ്ക്കുവാനായി നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് പിടിക്കപ്പെടുമെന്നാകുമ്പോൾ മറ്റുള്ളവനെ അതിനകത്തേക്ക് വലിച്ചിട്ട് അവനെ ഒരു തെറ്റുകാരനും പാപിയുമൊക്കെ ആക്കി തീർത്തിട്ടില്ലേ? അവൻ നമ്മുടെ പാപനിമിത്തം ബാധിക്കപ്പെട്ടിട്ടില്ലേ? ഹല്ലേലൂയ. ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ദൈവജനത്തോട് ഓർപ്പിക്കുക, നമ്മുടെ പാപം എത്ര വലുതാണെങ്കിലും നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെന്നാൽ അവനത് ക്ഷമിച്ചു തരും. ഒരു പാപത്തിൽ വീണുപോയാൽ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുവാനുള്ള ഹൃദയ വിശാലതയാണ് നമുക്ക് വേണ്ടത്. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ചില നാളുകളായി ഈ ആലോചന ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക, ഇത് ദൈവജനത്തോട് അറിയിക്കണം. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലുതാ ആ തെറ്റ് ചെയ്തിട്ട് അത് മറയ്ക്കുവാൻ മറ്റുള്ളവന്റെ തലയിലേക്ക് അത് കെട്ടിവെക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം നാം മറന്നു പോകരുത്. നോക്കിയേ, ഇവിടെ ദാവീദിന്റെ പാപം അവന്റെ ഊരിയാവിന്റെ ഭാര്യയുമായി പാപത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല. നോക്കിയേ, അതിന്റെ 2-ാം അധ്യായം 2 ശമൂവേൽ 11-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ സ്വന്തം കുറ്റകൃത്യത്തെ മറയ്ക്കുവാനായി ദാവീദ് ഊരിയാവെ ചതിക്കുവാൻ വഞ്ചിക്കുവാൻ ശ്രമിക്കുക, അതും ഒരു പാപമാണ്. പിന്നെയും നോക്കിയേ, അതിന്റെ 11-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ കാരണം കൂടാതെ ഊരിയാവിനെ ദാവീദ് കൊല്ലുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇതും ആ പാപത്തിന്റെ വ്യാപ്തിയെ ചൂണ്ടിക്കാട്ടുക. തീർന്നില്ല. പിന്നെ 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ അവളുമായി പാപം ചെയ്യുമ്പോൾ യഹോവയായ ദൈവം നമുക്കൊരു കൽപ്പന തന്നിട്ടുണ്ട്. 10 കൽപ്പനകൾ തന്നപ്പോൾ അതിനകത്തൊരു കൽപ്പന ഇപ്രകാരമാണ്: വ്യഭിചാരം ചെയ്യരുത്. ആ കൽപ്പന അവൻ എന്ത് ചെയ്യുക? ലംഘിക്കുക. ഇങ്ങനെ ഒരു ചെറിയ പാപമെന്നൊക്കെ അല്ലെങ്കിൽ ഒരു തെറ്റെന്നൊക്കെ നമുക്ക് തോന്നാമെങ്കിലും ആ തെറ്റിന്റെ അകത്ത് അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഒത്തിരി വലുതാണ്. ഇന്ന് ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം തെറ്റുകളിൽ അകപ്പെട്ടു പോയിട്ട് അത് പിടിക്കപ്പെടുമെന്നാകുമ്പോൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് മറ്റുള്ളവരെ ആ പാപത്തിന് ഓഹരിക്കാരാക്കി തീർത്ത് ആരെങ്കിലുമൊക്കെ ചതിച്ച് വഞ്ചിച്ച് പ്രയാസത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടോ എന്ന് ദൈവസന്നിധിയിൽ നിന്റെ കുറ്റമേറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് നിന്നോട് ഇന്ന് പകൽക്കാലം ആലോചന അറിയിക്കുക. പലരെയും എനിക്കറിയാം തെറ്റുകൾ ചെയ്തു പോയിട്ട് അത് പിടിക്കപ്പെടുമെന്നാകുമ്പോൾ മറ്റുള്ളവരെ ആ തെറ്റിനകത്തേക്ക് വലിച്ചിടുക, മറ്റുള്ളവരെ പേരുദോഷം കേൾപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ തെറ്റ് പിടിക്കപ്പെട്ടാൽ ആരവരോട് ആ തെറ്റിനെ കുറിച്ച് ചോദിക്കുമോ അവരെ തെറ്റുകാരാക്കുവാൻ തത്രപ്പെടുന്ന അനേകരുണ്ട് ഈ വിശ്വാസ ഗോളത്തിനകത്ത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുക. നീ തെറ്റ് ചെയ്തു പോയാൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ തയ്യാറാകണം. ഇവിടെ നോക്കിയേ, ദാവീദിന്റെ ഈ വിഷയത്തിനകത്ത് തന്നെ പിന്നത്തേതിൽ നാഥാൻ പ്രവാചകൻ നിമിത്തം യഹോവയായ ദൈവം ഈ പാപത്തിന്റെ വ്യാപ്തിയെ ദാവീദിന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഓർപ്പിച്ചു കൊടുക്കുമ്പോൾ ഉടനെ ദാവീദ് പറയുന്ന ഒരു മറുപടി ഉണ്ട്: ഞാൻ യഹോവയ്ക്ക് വിരോധമായി പാപം ചെയ്തു പോയി. അവൻ വേഗത്തിൽ തിരിച്ചറിയുക അവന്റെ പാപത്തിന്റെ വ്യാപ്തി. ഇത് തന്നെ പാപം ചെയ്ത നിമിഷം അവന് ഓർമ്മ വന്നിരുന്നു എങ്കിൽ, ബത്ശബയുമായി പാപം ചെയ്ത നിമിഷം തന്നെ ഈ കാര്യം അവന് ഓർമ്മ വന്നിരുന്നു എങ്കിൽ, ഇത് യഹോവയോട് ചെയ്യുന്ന പാപമാണെന്ന് അവന് ഓർമ്മ വന്നിരുന്നു എങ്കിൽ, അവൻ ആ സമയം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ പാവപ്പെട്ട ഊരിയാവ് അവന്റെ പ്രാണൻ വെടിയേണ്ടി വരത്തില്ലായിരുന്നു. പിന്നത്തേതിൽ നാഥാൻ പ്രവാചകൻ മുഖാന്തരം ദൈവം ഓർമ്മപ്പെടുത്തിയപ്പോൾ അവന് മനസ്സിലായി, യഹോവയുടെ കൈ ഞാൻ വീഴുന്നത് നല്ലത്, ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി. പരിശുദ്ധാത്മാവിൽ ഒരു ആലോചന കൂടെ ഇതിനോട് ചേർത്ത് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക.
നാം ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവർത്തികൾ നാം ഏർപ്പെടുമ്പോൾ നാം തെറ്റുകാരായി തീരുവാണ്, നാം പാപം ചെയ്യുന്നവരായി തീരുവാണ്. ആരോടാ നാം പാപം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു മനുഷ്യരോടാണോ നാം പാപം ചെയ്യുന്നത്? ദാവീദ് ഊരിയാവിനോടാണോ ബത്ശബയോടാണോ പാപം ചെയ്തത്? അല്ല. പിന്നെ ആരോടാ? ദൈവത്തോട് അവൻ പാപം ചെയ്തത്. അതുകൊണ്ട് നാഥാൻ പ്രവാചകൻ അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുക, ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി. എങ്ങനെയാ യഹോവയോട് അത് പാപമായി തീരുന്നത്? ആ പാപം യഹോവയോട് ചെയ്തതായി തീരുന്നത്. ആരാണോ നമ്മളോട് നീ ആ പ്രവൃത്തിയിൽ ഏർപ്പെടരുതെന്ന് പറഞ്ഞിരിക്കുന്നു, ആ പ്രവൃത്തിയിൽ നാം ഏർപ്പെട്ടാൽ ഇത് പറഞ്ഞവരോട് നാം പാപം ചെയ്യുക. കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ നമുക്ക് നൽകി തന്നത് യഹോവയായ ദൈവമാണ്. ആ പ്രവൃത്തികളിൽ നാം ഏർപ്പെടുമ്പോൾ ദൈവത്തോട് നാം പാപം ചെയ്യുക. യോസേഫ് ഒരിക്കൽ പാപം ചെയ്യുവാൻ അവസരം ലഭിച്ചപ്പോൾ, സാഹചര്യമുണ്ടായപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു, ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? ഇത് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം ഒരു പാപ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ദൈവത്തോടാണ് നാം പാപം ചെയ്യുന്നതെന്ന് ദൈവത്തിന്റെ നിയമമാണ് നാം ലംഘിക്കുന്നതെന്ന്, ദൈവത്തോടാണ് നാം പാപം ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ആലോചനയായി വിളിച്ചു പറയുക. ചേർത്തൊരു വിഷയം കൂടി ചിന്തിക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുക. ഇനി എന്തുകൊണ്ടാണ് ദാവീദിൽ പാപത്തിൽ വീണതെന്നറിയാമോ? ദാവീദ് എന്തുകൊണ്ടാണ് ദാവീദ് ഈ പാപത്തിനകത്ത് വീണുപോയത്? നോക്കിയേ, 2-3 വിഷയങ്ങൾ അതിനകത്തുണ്ട്. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്ന 2-3 വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ട് ആ പാപത്തിൽ വീണു പോകുന്നത്? ദാവീദ് എന്തുകൊണ്ട് ആ പാപത്തിൽ വീണത്? ഇവിടെ ദാവീദ് രാജാവാണ്. അവൻ എവിടെ പോകേണ്ടവനാ? യുദ്ധത്തിന് പോകേണ്ടുന്നവനാ. അവന്റെ പടയാളികൾ സകലരും യുദ്ധത്തിന് പോയി യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഇവൻ എവിടെ നിൽക്കുക? ഇവൻ തന്റെ അരമനയിൽ വിശ്രമിക്കുക, ഉലാവിക്കൊണ്ടിരിക്കുക. യവനെ എവിടെ പോകണമെന്ന് പറഞ്ഞുവോ അവിടെ പോകാതെ, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചവൻ ഭവനത്തിനകത്ത് കിടന്നത് നിമിത്തമാ ഇവൻ ആ പാപത്തിൽ അകപ്പെട്ടു പോകുന്നത്. പ്രിയ ദൈവത്തിന്റെ ജനമേ, പലപ്പോഴും നാം പാപത്തിൽ അകപ്പെട്ടു പോകുന്നത്, പാപത്തിൽ വീണു പോകുന്നത് ദൈവം പോകരുതെന്ന് പറയുന്ന ഇടങ്ങളിൽ പോകുന്നത് നിമിത്തവും, കൂടരുതെന്ന് പറയുന്നവരോടുകൂടെ കൂടുന്നത് നിമിത്തവും, ചെയ്യരുതെന്ന് പറയുന്ന പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് നിമിത്തവുമാണ്. അനുസരണക്കേട് കാണിക്കുമ്പോഴാ പാപം ഉടലെടുക്കുന്നത്. ഹല്ലേലൂയ. ദാവീദ് യുദ്ധത്തിന് പോകേണ്ടുന്നവൻ യുദ്ധത്തിന് പോയിരുന്നെങ്കിൽ അവൻ ഈ ബത്ശബയുടെ കുളിക്കുന്ന കാഴ്ച കാണേണ്ടി വരത്തില്ലായിരുന്നു. അത് നിമിത്തം അവൻ പാപത്തിൽ ഏർപ്പെടേണ്ടിയും വരത്തില്ലായിരുന്നു. ഗലാത്യർ 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുക, ആത്മാവിൽ നടക്കുക, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല, നിറവേറ്റുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് കേട്ട് നാം നടന്നാൽ നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളിൽ നാം വീണുപോകാതിരിക്കുവാൻ ഇടയുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തെ ജയിപ്പാൻ തക്കവണ്ണം കഴിയും. ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് പ്രിയ ദൈവജനത്തോട് പറയുക, പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് നമ്മുടെ കാലടികളെ നാം മുന്നോട്ട് വയ്ക്കുന്നു എങ്കിൽ ഒരിക്കലും പാപത്തിൽ ഏർപ്പെടുവാൻ, പാപത്തിൽ അകപ്പെടുവാൻ കർത്താവ് നമ്മെ അനുവദിക്കത്തില്ല. ആ പാപം നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല അനേകരുടെ ജീവിതത്തിൽ ബാധിക്കപ്പെടുവാനും ഇടയായി തീരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ നാം നടക്കുന്നു എങ്കിൽ ജഡത്തിന്റെ പ്രവർത്തികൾ നമ്മൾ വെളിപ്പെടുകയില്ല, പാപത്തിന്റെ പ്രവർത്തികൾ നമ്മൾ വെളിപ്പെടുകയില്ല. ആകയാൽ കർത്താവ് എന്ത് നമ്മോട് പറയുന്നുവോ അതനുസരിച്ച് നടക്കുവാൻ തക്കവണ്ണം നമുക്ക് തയ്യാറാകാം. രണ്ടാമതായി നോക്കി അതിന്റെ 2-ാം അധ്യായം. എന്തുകൊണ്ടാണ് ദാവീദ് പാപം ചെയ്യുന്നത്? ഉറങ്ങേണ്ട സമയത്ത് അവൻ എന്ത് ചെയ്യുക? ഉറങ്ങുവാൻ കഴിയാതെ. നോക്കിയേ, അതിന്റെ 2-ാമത്തെ വാക്യം 11:2. സന്ധ്യാസമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മുകൾ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ, രാത്രി അവൻ ഉറങ്ങേണ്ടുന്ന സമയത്ത് അവൻ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് അവൻ എഴുന്നേറ്റ് മാളിക മുറിയിൽ ഉലാവിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് അവന്റെ ഉറക്കം നഷ്ടപ്പെട്ടത്? ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഇടത്ത്, അതായത് അവനോട് യുദ്ധം ചെയ്യുവാൻ പോകുവാൻ പറഞ്ഞിട്ട് അവിടെ പോകാതെ, അവിടെ യുദ്ധം ചെയ്യുവാൻ അവരോടുകൂടെ ചെന്ന് സഹകരിക്കാതെ ഇവൻ വന്ന് എന്ത് ചെയ്യുക? ഇവൻ വന്ന് വീട്ടിൽ കിടന്നുറങ്ങുവാൻ ശ്രമിക്കുക. അവിടെ അവൻ എന്ത് ചെയ്യുക? ഉറക്കം നഷ്ടപ്പെട്ട് അസ്വസ്ഥനായി തീരുക.
ദൈവം കൽപ്പിച്ചിരിക്കുന്ന പദ്ധതിയിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന്, ദൈവം പറഞ്ഞിരിക്കുന്ന വഴികളിൽ നിന്ന് നാം പിന്മാറിപ്പോകുമ്പോൾ, വഴിമാറി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും, നമ്മൾ അസ്വസ്ഥരായി തീരും. ആ അസ്വസ്ഥത പിന്നത്തേതിൽ നമ്മെ പാപത്തിലേക്ക് തള്ളിവിടുന്നതായിട്ട് മനസ്സിലാക്കുവാനായി കഴിയും. സ്വസ്ഥതയില്ലാത്ത ജീവിതം മനുഷ്യരെ കൊണ്ട് അധമ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുമാറാകും. ഹല്ലേലൂയ. ദാവീദ് യുദ്ധമുഖത്ത് പോയിരുന്നു എങ്കിൽ സന്തോഷത്തോടെ അവൻ അവിടെ യുദ്ധം ചെയ്യുവാനും യുദ്ധം ജയിച്ച് മടങ്ങി വന്ന് സന്തോഷത്തോടെ കിടന്നുറങ്ങുവാനും കഴിയുമായിരുന്നു. അവൻ അനുസരണക്കേട് കാട്ടിയ നിമിത്തം അവന്റെ ഉറക്കം നഷ്ടപ്പെട്ട് പിന്നത്തേതിൽ അവൻ പാപം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരുക. 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പ്രകാരം കാണുക, സ്ത്രീ കുളിക്കുന്നത് അവൻ കണ്ടു. ആ കാഴ്ച കണ്ട ദാവീദിന് തന്റെ കണ്ണുകളെ നിയന്ത്രിപ്പാൻ കഴിഞ്ഞില്ല, തന്റെ മോഹത്തെ നിയന്ത്രിപ്പാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൻ ആ പാപത്തിൽ ഏർപ്പെടുന്നു. നോക്കി, ഈ പ്രകാരമാണ് യാക്കോബിന്റെ 1-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം പറയുന്നത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഈ പാപം പെട്ടെന്നുണ്ടായി വന്നതല്ല. ആദ്യം അവന്റെ ഹൃദയത്തിൽ മോഹമായി ഇത് വീണു. ആ വിത്ത് മുളച്ച് പാപമായി പുറത്തു വന്നു. ഹല്ലേലൂയ. അവൻ ആവശ്യമില്ലാത്ത കാഴ്ച കണ്ടു, കണ്ടത് നിമിത്തം മോഹിച്ചു. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ആവശ്യമില്ലാത്ത കാഴ്ചകൾ കാണുന്നത് നിന്റെ ഉള്ളിൽ മോഹം ഉടലെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് നിമിത്തം പിന്നത്തേതിൽ നീ പാപത്തിൽ അകപ്പെട്ടു പോകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. കാണരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം കാണരുത്. കേൾക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് നാം കേൾക്കരുത്. പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ നാം പോകരുത്. ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, ഇവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല, എന്നാൽ ഇന്ന് തനിച്ചു പാർക്കുന്ന ഒരു ജനമായി നമ്മെ എടുക്കുവാൻ കഴിയുന്നില്ല. ജാതികളുടെ ഇടയിൽ നമ്മെ വേർതിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ജാതികളോട് ഇടകലർന്ന് അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ ഏർപ്പെട്ട്, ലോകപരമായ പ്രവർത്തികളിൽ ഏർപ്പെട്ട് നാം ജീവിച്ച് നാം എന്തു ചെയ്യുന്നു? പാപത്തില് അകപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നു. അങ്ങനെ നീ പാപത്തിൽ അകപ്പെടുമ്പോൾ അത് നിമിത്തം ബാധിക്കപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ആലോചനയായി പറയുക. ഏറ്റെടുത്ത് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ പാപത്തിൽ അകപ്പെടാതെ വണ്ണം കർത്താവ് നമ്മെ താങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. നാം ചിന്തിച്ച വിഷയം ഇതാണ്. പാപം, ഒരു പാപത്തിൽ നാം ഏർപ്പെടുമ്പോൾ, പാപം ചെയ്തു പോകുമ്പോൾ അത് നിമിത്തം ബാധിക്കപ്പെടുന്നവരുണ്ട്. ആ ബാധിപ്പ് വലുതാണ്. അതിനകത്തേക്ക് പോകുവാൻ ഇടവരരുത്. ഇന്ന് രാത്രികാലം എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, എന്തെങ്കിലുമൊക്കെ പാപങ്ങളിൽ നാം അകപ്പെട്ടു പോയെങ്കിൽ ആ പാപം മറ്റുള്ളവന്റെ തലയിൽ വച്ച് മറ്റുള്ളവനെ ബാധിപ്പിലേക്ക് തള്ളിവിടാതെ, മറ്റുള്ളവനെ പ്രയാസപ്പെടുത്താതെ നിന്റെ പാപം യഹോവയോട് ഏറ്റുപറയുന്നു എങ്കിൽ യഹോവ അതിനെ ക്ഷമിച്ച് നിന്നെ മടക്കി വരുത്തി അധികമായി സ്നേഹിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നിങ്ങളോട് ആലോചനയായി അറിയിക്കുക. ഈ പരസ്പരം പഴിചാരുന്ന, അല്ലെങ്കിൽ തെറ്റ് പറ്റിപ്പോയാൽ മറ്റുള്ളവന്റെ തലയിലേക്ക് ഇടുന്നത് ഇന്ന് ആദ്യം സംഭവിക്കുന്നതൊന്നുമല്ല കേട്ടോ. ആദിയിൽ വെറും 2 മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ, ആദമും ഹവ്വയും. ഈ ആദമും ഹവ്വയും ഒരു തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു പ്രവൃത്തി അവർ ചെയ്തു. അതായത് ഒരു വൃക്ഷത്തിന്റെ ഫലം മറ്റെല്ലാം നീ കഴിക്കാം, നിനക്ക് കഴിക്കാം, മറ്റെല്ലാം നീ ഭക്ഷിച്ചോളൂ, കുഴപ്പമില്ല. ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന, ഏതേ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. അത് തന്നെ അവൻ എന്ത് ചെയ്തു? ഭക്ഷിച്ചു. ഒരാലോചന കൂടെ പറയട്ടെ. എല്ലാം ചെയ്തോ എന്ന് കർത്താവ് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യുവാനാ നമുക്കൊക്കെ താല്പര്യം. ഹല്ലേലൂയ. ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുമ്പോൾ എന്തോ ഒരു സന്തോഷം കിട്ടുന്നത് പോലെയാ. എന്തൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞാലും അതൊക്കെ ചെയ്തില്ലേലും ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുവാൻ നാം ഇങ്ങനെ തത്രപ്പെട്ടിരിക്കുക. ആ വിഷയം ഞാൻ വിടുക. ഇവിടെ നോക്കിയേ, ചെയ്യരുതെന്ന് പറഞ്ഞ പ്രവൃത്തി അവർ ചെയ്തു. അതായത് പാപം ചെയ്തു. പാപം ചെയ്ത അനന്തരം
ദൈവം ഇറങ്ങി വന്ന് അവരെ വിളിച്ചപ്പോൾ അവർ ഒളിച്ചിരുന്ന് കർത്താവിന്റെ മുന്നേക്ക് അവർ വരേണ്ടി വന്നപ്പോ കർത്താവ് ചോദിച്ചു, ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തോ? ഉടനെ ഇവരെന്ത് ചെയ്യുക? അയ്യോ കർത്താവെ, ഞാൻ ചെയ്തു എന്നല്ല പറഞ്ഞത്, ഞാൻ ചെയ്തു പോയി എന്നല്ല പറഞ്ഞത്, ഞാൻ പാപം ചെയ്തു പോയി കർത്താവെ എന്നല്ല പറഞ്ഞത്. ഭർത്താവ് ഭാര്യയെ പറയുക, ആദം പറയുക, ആ ഹവ്വ പറഞ്ഞു, ഹവ്വ തന്നു, ഞാൻ കഴിച്ചു, അവളുടെ തലയ്ക്ക് കിടക്കുക. ഹവ്വയോട് ചോദിച്ചപ്പോ ഹവ്വ പറയുക, പാമ്പ് തന്നു, ഞാൻ വാങ്ങി കഴിച്ചു. നോക്കിയേ, ചെയ്തത് ഇവരാ, പക്ഷേ പഴി ആരുടെ പുറത്താ? മറ്റൊരുവന്റെ പുറത്താ. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഓർപ്പിക്കുക, ഒരു തെറ്റ് പറ്റിപ്പോയാൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ആ തെറ്റിന് കർത്താവിനോട് നിരപ്പ് പ്രാപിച്ച് അതിന് പ്രായച്ചിത്തം ചെയ്ത് തിരിച്ചു വരുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ഇത് മറ്റുള്ളവന്റെ തലയിലേക്കിട്ട് അവനെയും ബാധിക്കപ്പെട്ടവനായി അവൻ അറിയാത്ത വിഷയത്തിൽ അവനെ പ്രയാസപ്പെടുത്തരുതേ എന്ന് ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ ചിന്ത ഇവിടെ നിർത്തുവാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ.